ആരോ എന്നെ പിന്തുടരുന്നു. ഇത്തവണ ജോർജ് കുട്ടിയെ വേട്ടയാടുന്നത് പോലീസ് മാത്രമല്ല, ഓർമ്മകളാണ്, ട്രോമയാണ്, കുറ്റബോധമാണ്, വിധിയാണ്. ഒടുവിൽ അയാൾ തന്നെ അയാളെ പിന്തുടരാൻ തുടങ്ങുന്നു. ദൃശ്യം 3. ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഫോറൻസിക് എക്സാമിനേഷൻ ആണ്. ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സസ്പെൻസ് എന്നത് പിടിക്കപ്പെടുമോ എന്നതിലല്ല, ജോർജ് കുട്ടി ഇങ്ങനെ ഇനി എത്ര കാലം സ്വയം തീ തിന്ന് ജീവിക്കും എന്നതിലാണ്. സിനിമ തുടങ്ങുന്ന ടൈറ്റിൽ സീക്വൻസുകളിൽ തന്നെ പഴയ ദൃശ്യങ്ങൾ ട്രോമ ഫ്രാഗ്മെന്റ്സ് പോലെ മടങ്ങി വരുന്നുണ്ട്. ഇതൊരു റീക്യാപ്പ് അല്ല, റീപ്ലേ ചെയ്യുന്ന മാനസിക മുറിവുകളാണ്. ഈ ചിത്രം പൂർണ്ണമായും മോഹൻലാലിൻ്റെതാണ്. ഒരു ഇമോഷണൽ ചേഞ്ച് ദൃശ്യം 3 മോഹൻലാലിന് സംഭവിച്ചിട്ടുണ്ട്. അൻസിമയുടെ അഞ്ജു പാകതയും പക്വതയും ഉള്ളയാളായി ഇഷ്ടമില്ലാത്തതിനെ ചോദ്യം ചെയ്യുകയും ഇഷ്ടപ്പെട്ടതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന വിധത്തിൽ എസ്തർ അനിലിന്റെ അനു വളർന്നു. ദൃശ്യം 3 രചനയും സംവിധാനവും ജിത്തു ജോസഫിൻ്റെതാണ്. സതീഷ് കുറുപ്പ് ക്യാമറയും, VS വിനായക് എഡിറ്റിങ്ങും, അനിൽ ജോൺസൺ സംഗീതവും ഒരുക്കിയിരിക്കുന്നു. സിദ്ദിഖ്, മുരളി ഗോപി, KB ഗണേഷ് കുമാർ, കലാഭവൻ ഷാജോൺ, ആശാ ശരത്, ശാന്തി മായാദേവി, വീണ നന്ദകുമാർ, ദിനേശ് പ്രഭാകർ, ഇർഷാദ്, ശ്രീകാന്ത് മുരളി, ബിജു മേനോൻ, കൃഷ്ണപ്രഭ തുടങ്ങിയവരാണ് ദൃശ്യം 3 അഭിനയിക്കുന്നത്. മുരളി ഗോപിയുടെ IG തോമസ് ബാസ്റ്റിനായുള്ള അഭിനയം ഗംഭീരമായിട്ടുണ്ട്. ബോഡി ലാംഗ്വേജും സംഭാഷണ മികവും എടുത്തു പറയാവുന്നതാണ്. എസ്തർ അനിൽ ഇനി മികച്ച നായികാ വേഷങ്ങളിലേക്ക് പ്രവേശിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം തന്നെ റീവൈൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായി ജോർജ് കുട്ടി ദൃശ്യം 3 മാറിയിരിക്കുന്നു. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻസിൽ ഒന്നാണ് ജോർജ് കുട്ടി. ഇവിടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇല്ല. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഥകളെ ഒരു വെപ്പണാക്കി ഉപയോഗിച്ച ഒരാൾ മാത്രമാണ് അയാൾ. പക്ഷേ 3-ാം ഭാഗത്തിൽ എത്തുമ്പോൾ ആ കഥകൾ തന്നെ അയാളെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുന്നു. ജോർജ് കുട്ടിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു ശരീരം, കണ്ണുകളിലെ മൂവ്മെന്റിൽ പോലും ഒരു ഭ്രാന്തുണ്ട്. ഡയലോഗ് ഡെലിവറിയിലെ മികവ് പറയാതെ വയ്യ. ഇത് ആക്ടിംഗ് അല്ല, ഒരർത്ഥത്തിൽ ഇന്റേണൽ കൊളാപ്സ് ആണ്. ക്രിമിനോളജിയുടെ ഭാഷയിൽ ജോർജ് കുട്ടി ഒരു ക്ലാസിക് ക്രിമിനൽ അല്ല. കുടുംബത്തെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കുറ്റകൃത്യത്തിലേക്ക് വീണുപോയ ഒരാളാണ് അയാൾ. പക്ഷെ ക്രൈം ഒരിക്കലും പുറത്തു മാത്രം നിൽക്കില്ല. അത് കുറ്റം ചെയ്ത മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തിനെയും റീറൈറ്റ് ചെയ്യും. റിപ്പീറ്റഡ് ഫിയർ, കുറ്റബോധം, ഓർമ്മയുടെ സമ്മർദ്ദം ഇവ തലച്ചോറിൻ്റെ ന്യൂറൽ ആർക്കിടെക്ചറിനെ തന്നെ മാറ്റി തുടങ്ങുമെന്ന് ന്യൂറോ സയൻസ് പറയുന്നു. ജോർജ് കുട്ടി ഇപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് മാത്രമല്ല ഓടുന്നത്, സ്വന്തം തലച്ചോറിൽ നിന്ന് തന്നെയാണ് ഓടുന്നത്. ഒരർത്ഥത്തിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ വില്ലൻ സിസ്റ്റമാണോ? പോലീസ്, മീഡിയ, ട്രയൽ, കളക്റ്റീവ് മെമ്മറി എല്ലാം ചേർന്ന് ഒരാളെ സൈക്കോളജിക്കലി നുറുക്കിയെടുക്കുന്ന ഒരു എക്കോസിസ്റ്റം. ദൃശ്യം 1 ജോർജ് കുട്ടി നേരിട്ടത് പോലീസിനെ ആയിരുന്നു. ഡിജിറ്റൽ കാലത്ത് ഒരു കുറ്റം മറയ്ക്കുക എന്നത് ഒരു ബോഡി മറയ്ക്കുന്നതിലും പ്രയാസമാണ്. നരേറ്റീവ് നിയന്ത്രിക്കുക അസാധ്യമാണ്. സമൂഹം ഒരാളെ പെർമനൻ്റ്ലി സസ്പെക്റ്റായി മുദ്ര കുത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് നോർമൽ ലൈഫ് എന്നൊന്നുണ്ടാകുമോ എന്ന ചോദ്യം സിനിമ ഉയർത്തുന്നുണ്ട്. അതേസമയം ഗീതാ പ്രഭാകർ എന്ന അമ്മയുടെ നെഞ്ചുപൊടിയുന്ന ദുഃഖത്തെയും സിനിമ തള്ളിക്കളയുന്നില്ല. അതാണ് ദൃശ്യം 3 എന്ന സിനിമയുടെ ഏറ്റവും വലിയ ധാർമ്മിക സങ്കീർണത. ജോർജ് കുട്ടി മക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരച്ഛനാണ്. പക്ഷെ ഗീതാ പ്രഭാകർ തൻ്റെ മകൻ്റെ ആബ്സെൻസിൽ സ്ലോലി ബേണിംഗ് മദർ കൂടിയാണ്. ഈ 2 സത്യങ്ങളും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ ശരിയും തെറ്റും ഏതാണ്? ലോ, മൊറാലിറ്റി, എമ്പതി, റിവെഞ്ച് എല്ലാം മഞ്ഞു മൂടിക്കിടക്കുന്നു. ലോകോത്തര ക്രൈം ഡ്രാമകളുടെ മഹത്വം ഇതാണ്. അവ ഒരിക്കലും മോറൽ കംഫർട്ട് നൽകുന്നില്ല. ദൃശ്യം 3 ഏറ്റവും ഹോണ്ടിങ് ലെയർ ഡിറ്റർമിനിസമാണ്. ചില മനുഷ്യരെ ദുരന്തങ്ങൾ തുടർച്ചയായി വേട്ടയാടുന്നുവെന്ന തോന്നൽ
സിനിമ സൃഷ്ടിക്കുന്നുണ്ട്. തലൈവര എന്ന പഴയ വാക്കിനെ സിനിമ മോഡേൺ സൈക്കോളജിക്കൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ചിലർ വീണ്ടും വീണ്ടും ദുരന്തങ്ങളിലേക്ക് നടക്കുന്നു, കാരണം അവരുടെ പാസ്റ്റ് അവരെ വിട്ടയക്കുന്നില്ല. ന്യൂറോ സയൻസും ഡിറ്റർമിനിസം വാദവും ഇന്ന് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുന്നതിന് ഏറെ മുൻപേ തന്നെ അവൻ്റെ ജീവിത ദിശ, ജീനുകൾ, ബാല്യകാല അനുഭവങ്ങൾ, പരിസ്ഥിതി, ഓർമ്മകൾ, ഹോർമോണുകൾ, തലച്ചോറിൻ്റെ ന്യൂറൽ വയറിംഗ് എന്നിവ ചേർന്ന് രൂപപ്പെടുത്തി തുടങ്ങുന്നുവെന്നാണ്. ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും പൂർണ്ണമായ സ്വതന്ത്ര ഇച്ഛയുടെ ഫലമല്ല, മറിച്ച് പൂർവ്വകാരണങ്ങളുടെ ദീർഘമായ കോസൽ ചെയിനിൻ്റെ തുടർച്ചയാണെന്നാണ്. അതുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ ചില വിജയങ്ങളും ചില തകർച്ചകളും ചില ബന്ധങ്ങളും ചില ദുരന്തങ്ങളും ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടവ പോലെ ആവർത്തിക്കപ്പെടുന്നത്. എതിരൻ കതിരവൻ അടുത്തയിടെ ഈ ചിന്ത എഴുതിയിരുന്നു. തലൈവര അഥവാ വിധി എന്ന പഴയ ആശയത്തെ ഇന്ന് ശാസ്ത്രം പുതിയ ഭാഷയിൽ വായിക്കുകയാണ്. അതായത് പ്രപഞ്ചത്തെ റീവൈൻഡ് ചെയ്താലും അതേ തലച്ചോറും അതേ അനുഭവങ്ങളും അതേ മുറിവുകളും അതേ ഭയങ്ങളും ലഭിക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും അതേ വഴികളിലേക്ക് തന്നെ നടക്കുമെന്ന ഒരു ആശയം. ദൃശ്യം 3 സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ ഒരിക്കൽ ഒരു ഭയത്തിനകത്ത് വീണ മനുഷ്യൻ എത്ര കഥകൾ നിർമ്മിച്ചാലും എത്ര മറവുകൾ സൃഷ്ടിച്ചാലും വീണ്ടും വീണ്ടും അതേ ഇരുട്ടിലേക്കും അതേ വേട്ടയാടലിലേക്കും അതേ മാനസിക തടവറയിലേക്കും മടങ്ങിപ്പോകുന്നു. ചില മനുഷ്യർ ജീവിതത്തിൽ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. വിധി വീണ്ടും വീണ്ടും അവരെ അതേ ദുരന്തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ജീവിതമാകെ ദുരന്തം നിറയുകയാണ്. ദൃശ്യം 3-ൽ ത്രില്ലർ ഗ്രാമർ ഉപയോഗിക്കുമ്പോഴും സിനിമയുടെ യഥാർത്ഥ ടെൻഷൻ സൈലൻസുകളിലാണ്. എംപ്റ്റി സ്പേസസ്, അൺഫിനിഷ്ഡ് കോൺവെർസേഷൻസ്, സസ്പിഷ്യസ് ഗ്ലാൻസസ് ഇവയാണ് സസ്പെൻസ് സൃഷ്ടിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും പ്രേക്ഷകനിൽ വൈകാരിക സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴഞ്ചൻ ദൃശ്യശൈലിയും കൃത്രിമ നാടകീയത നിറഞ്ഞ സംഭാഷണങ്ങളും ഈ ചിത്രത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ദൃശ്യം ട്രൈലജി ഒരു ശരാശരി മലയാളി മിഡിൽ ക്ലാസ് ആങ്സൈറ്റിയുടെ ഏറ്റവും വലിയ സിനിമാറ്റിക് മെറ്റഫറായി മാറിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഒരു സാധാരണ മനുഷ്യൻ എവിടം വരെ പോകും? സിസ്റ്റം ഒരാളെ കോർണർ ചെയ്യുമ്പോൾ മൊറാലിറ്റി എത്ര വേഗമാണ് ഫ്ലെക്സിബിൾ ആകുന്നത്? എന്തുകൊണ്ടാണ് ജോർജ് കുട്ടിയോട് പ്രേക്ഷകർക്ക് എമ്പതി ഫീൽ ചെയ്യുന്നത്? അയാൾ ഒരു പെർഫെക്റ്റ് ഹീറോ അല്ല, ക്രൈം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഓഡിയൻസ് ജോർജ് കുട്ടിയോട് കണക്ട് ചെയ്യുന്നു, ഹീറോയിസത്തിനോടല്ല, ദുർബലമായ മനുഷ്യ മനസ്സിൻ്റെ അടരുകളോടാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 ഒരു ത്രില്ലർ കൺക്ലൂഷൻ അല്ല. കുറ്റബോധം, വിധി, ദുരന്തങ്ങൾ, നീറുന്ന വേദനകൾ, ചോരയിറ്റുന്ന മനോസംഘർഷങ്ങൾ, നിലനിൽപ്പിനായുള്ള തേങ്ങൽ, ധാർമ്മികത, പിതൃത്വം ഇവയുടെ എല്ലാം കൂടിയുള്ള ഒരു ഹോണ്ടിങ് മെഡിറ്റേഷനാണ് ദൃശ്യം 3 എന്ന സിനിമ.